ജീസസ് ക്രൈസ്റ്റിന്റെ തലമുറകൾ ഉണ്ടായിരുന്നു, അവർ ഇന്നും നിലനിൽക്കുന്നു. അതായത് അദ്ദേഹം വിവാഹിതനായിരുന്നു. അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളല്ലേ? ഇതൊരിക്കലും എന്റെ ഭാവനയിൽ നിന്ന് ഞാൻ പറഞ്ഞതല്ല. 2003 ഒരു പുസ്തകം പുറത്തിറങ്ങി. ആ പുസ്തകം പുറത്തിറങ്ങി അത് വൻ വിവാദങ്ങൾ വഴിവെച്ചു. അതോടൊപ്പം അത് ലോകത്താകമാനം അതീവ പ്രശസ്തമായി. ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളിൽ ഒന്നുകൂടിയാണ് വിഖ്യാതനായ അമേരിക്കൻ നോവലിസ്റ്റ് ഡാൻ ബ്രൗണിന്റെ ദ ഡാവിഞ്ചി കോഡ്. അതൊരു നോവലാണ്. മിസ്റ്റീരിയസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു നോവലാണ്. ആ നോവല് ഇത്രത്തോളം പ്രചാരമാകാനുള്ള ഒരു കാരണം അതിൽ പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ ടൈറ്റിൽ പറഞ്ഞത്. പക്ഷേ ഇതൊരു നോവലല്ലേ, ഇത് ഫിക്ഷൻ അല്ലേ, എന്താണ് ഇതിനെ ഇങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ നോവലിന്റെ തുടക്കത്തിൽ ഡാൻ ബ്രൗൺ ഒരു പ്രധാന കാര്യം, ആദ്യ പേജുകളിൽ തന്നെ ഒരു പ്രധാന കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ നോവലിൽ പറയുന്ന 99% കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളിലൂടെ വെളിപ്പെട്ട വസ്തുതകളാണെന്ന്. അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന, ത്രില്ലിംഗ് ആക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ നോവലിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ ടൈറ്റിൽ പറഞ്ഞ വിവരമാണ്, ക്രിസ്തുവിന്റെ പിൻതലമുറ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഈ വിഷയത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പോയി നിൽക്കുന്നത് ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന ഈ ചിത്രത്തിന് മുന്നിലാണ്. ഇപ്പം ഡാവിഞ്ചിയെ കുറിച്ച് പറയുന്നതാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും പ്രതിഭാശാലിയായ ചിത്രകാരൻ. അതിനുമപ്പുറം ഒരുപാടാണ് ഡാവിഞ്ചി എന്ന് നമുക്ക് ഡാവിഞ്ചിയെ കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡാവിഞ്ചിയുടെ ഈ ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞ ഈ ചിത്രത്തിൽ അദ്ദേഹം ഒരുപാട് ക്ലൂസ്, രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും പഠിച്ചിരിക്കുന്ന ചരിത്രകാരന്മാർ പറയുന്നത്. പിന്നെ മറ്റൊരു വലിയ വസ്തുത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ ലാസ്റ്റ് സപ്പറിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തന്നെ ഒരു 20% വിവരങ്ങൾ അദ്ദേഹം അതിൽ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ചിഹ്നങ്ങളായും ചിത്രങ്ങളായും അടയാളങ്ങളായും ഒളിപ്പിച്ചു വെച്ചേക്കുന്ന വിവരങ്ങൾ 20% മാത്രമേ ലോകം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായ കാര്യമാണ്. നമ്മൾക്കിവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് സപ്പറിൽ ആ ചിത്രം നോക്കിയാൽ നമുക്ക് ക്രിസ്തീയ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് ക്രിസ്തുവിന്റെ പാനപാത്രം, ദ ഹോളി ഗ്രെയിൽ എന്നറിയപ്പെടുന്നത്. അതായത് അദ്ദേഹം അന്ത്യ സമയത്ത് അദ്ദേഹം വീഞ്ഞു കുടിച്ച പാത്രം എന്നറിയപ്പെടുന്നു. പിന്നീട് അദ്ദേഹം കുരിശിലേറ്റപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ രക്തം ശേഖരിച്ച, അതായത് ക്രിസ്തുവിന്റെ രക്തം വഹിക്കുന്ന പാത്രം എന്ന് വേണമെങ്കിലും അതിനെ പറയാം. നിങ്ങൾ ആ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി, ആ ചിത്രത്തിൽ എവിടെയെങ്കിലും ക്രിസ്തുവിന്റെ അടുത്ത് അങ്ങനെ ഒരു പാനപാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ലിയോനാർഡോ ഡാവിഞ്ചി വരച്ച ലാസ്റ്റ് സപ്പറിൽ അങ്ങനെ ഒരു ചിത്രമില്ല, അങ്ങനെ ഒരു പാനപാത്രമില്ല. 1490-ലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഡാവിഞ്ചി ഈ ചിത്രം വരച്ചത്. ആ ക്രിസ്തു മരിച്ച് 10-400-500 വർഷങ്ങൾക്ക് ശേഷമാണ്, 400ഓളം വർഷങ്ങൾ കഴിഞ്ഞാണ് ഇത് സംഭവിച്ചത്. അപ്പം ഈ ചിത്രത്തിൽ എവിടെയും ക്രിസ്തുവിന്റെ പാനപാത്രം, അങ്ങനെ ഒരു ഹോളി ഗ്രെയിൽ കാണപ്പെടുന്നില്ല. പക്ഷേ ഡാൻ ബ്രൗൺ പറയുന്നത് ആ ഹോളി ഗ്രെയിൽ അവിടെ തന്നെയുണ്ട്, ആ ചിത്രത്തിൽ തന്നെ ഉണ്ട് എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ആകാംക്ഷ, എവിടെ ഏത്? അതെ, ആ ചിത്രത്തില് ക്രിസ്തുവിന്റെ 12 പിൻഗാമികളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ 12 പേരെയാണ് വരച്ചു വെച്ചേക്കുന്നതാണെന്ന് നമ്മൾ ഇത്രയും നാളും വിശ്വസിക്കുന്നു. പക്ഷെ ഡാൻ ബ്രൗൺ തന്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, അത് 12 പേര്, 12 പുരുഷന്മാരായ അദ്ദേഹത്തിന്റെ പിൻഗാമികൾ അല്ല, അതിൽ ഒന്ന് ഒരു സ്ത്രീയാണെന്നാണ്. അതായത് ആ ചിത്രത്തിൽ വലതുവശത്തിരിക്കുന്ന ഒരാള്, ജോൺ എന്ന് പറയുന്ന തന്റെ ക്രിസ്തുവിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന ആ വ്യക്തി, അതൊരു പുരുഷനല്ല, അതൊരു സ്ത്രീയാണെന്നാണ്. അപ്പൊ സ്ത്രീ എന്ന് പറയുമ്പം അത് ഏതായ സ്ത്രീ എന്ന് ചിന്തിക്കേണ്ട. അതായത് ക്രിസ്തീയ ചരിത്രത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന മേരി മഗ്ദലേൻ, അതായത് മഗ്ദലന മറിയം എന്നറിയപ്പെടുന്നത്. അപ്പൊ അവര് പലയിടങ്ങളിലും ക്രിസ്തീയ ചരിത്രത്തില് വേശ്യയായിട്ട് ആണ് ചിത്രീകരിക്കപ്പെട്ടേക്കുന്നത്. ക്രിസ്തുവിനെ നിന്നും അനുഗ്രഹം കിട്ടി, അങ്ങനെ പിന്നീട് നല്ല വഴിക്ക് വന്നതാണ്. പക്ഷെ ഡാൻ ബ്രൗൺ പറയുന്നത് അവര് ജൂതവംശജയായിരുന്നു, അവരൊരു ജൂത രാജവംശത്തിൽ പിറന്ന സ്ത്രീയായിരുന്നു. അവർ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ട് ക്രിസ്തുവിനോടൊപ്പം കൂടിയാണെന്നും അവർ ക്രിസ്തുവിന്റെ ഭാര്യയായിരുന്നു എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം ആ ചിത്രത്തിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ അവരെ അവിടെ നിന്നും
ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയാൽ ക്രിസ്തുവിൻ്റെ തോളിലേക്ക് ചാഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ തോന്നും. ഇത് ഡാവിഞ്ചി ചിത്രങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളായിട്ടാണ് ഡാൻ ബ്രൗൺ അവതരിപ്പിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഹോളി ഗ്രെയിൽ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു പാത്രമോ ഒരു വസ്തുവോ അല്ല എന്നാണ് ഡാൻ ബ്രൗൺ പറയുന്നത്. അത് ഒരു വ്യക്തിയാണ്. അതായത് ക്രിസ്തുവിൻ്റെ രക്തം വഹിക്കുന്ന വ്യക്തി എന്നർത്ഥമാക്കുന്നത് മേരി മഗ്ദലിനെയാണ്, അതായത് മഗ്ദലിന മറിയത്തെയാണെന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്കേഷൻ ടൈമിൽ ക്രിസ്തു കുരിശിലേറ്റപ്പെട്ട സമയത്ത് മേരി മഗ്ദലിൻ ഗർഭിണിയായിരുന്നു. അതായത് ക്രിസ്തുവിൻ്റെ രക്തം വഹിക്കുന്ന വ്യക്തി എന്നുള്ള മീനിങ്ങിലാണ് ദ ഹോളി ഗ്രെയിൽ അവരാണ് എന്നാണ് ഡാൻ ബ്രൗൺ തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പം ആ മേരി മഗ്ദലിനെ ക്രിസ്തുവായിട്ടുള്ള ഈ അടുപ്പവും ക്രിസ്തുവിൻ്റെ അവരോടുള്ള ആ കൂടുതലായുള്ള സ്നേഹവും അവർ ക്രിസ്തുവിനോടൊപ്പം ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി ഉയരുന്നതും ക്രിസ്തുവിൻ്റെ മറ്റ് പിൻഗാമികൾക്കോ ഫോളോവേഴ്സിനോ ഇഷ്ടമായിരുന്നില്ല. ഒരു സ്ത്രീ അങ്ങനെ ഉയർന്നതിന് ഇഷ്ടമായിരുന്നില്ല എന്നും ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്കേഷന് ശേഷം അവർ ഭയങ്കരമായി വേട്ടയാടപ്പെട്ടു എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരെ ഇല്ലാതാക്കാൻ സഭ ക്രിസ്തീയ വിശ്വാസ പ്രമാണത്തിൽ സഭ പിന്തുടരുകയും, കാരണം അവർ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ദിവ്യത്വവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്നും സഭ ഭയന്നിരുന്നു എന്നുമാണ് ഡാൻ ബ്രൗൺ പറയുന്നത്. കാരണം അതുകൊണ്ട് തന്നെ അവരെ ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ അവർ അവിടുന്ന് ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു എന്നാണ് ഡാൻ ബ്രൗൺ പറഞ്ഞത്. ഫ്രാൻസിൽ എത്തിയതിന് ശേഷം അവർ ഫ്രാൻസിലേക്ക് പോയതിനു ശേഷം അവിടെ അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകി, ഒരു പെൺകുട്ടിക്കാണ് ജന്മം നൽകിയത്. അതിൻ്റെ പേര് സാറ എന്നും പറയപ്പെടുന്നു. അതിനുശേഷം തീർച്ചയായിട്ടും സഭ ഇവരെ ഇല്ലാതാക്കാൻ പുറപ്പെടുകയും അതിനെ തടയുന്നതിന് വേണ്ടി 1130 ആണെന്ന് തോന്നുന്നു, നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 1199 പ്രയറി ഓഫ് സൈൻ എന്ന് അറിയപ്പെടുന്ന ഒരു സംഘടന ഉണ്ടായി. അതവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നത്, ക്രിസ്തുവിൻ്റെ ബ്ലഡ് ലൈൻ, ക്രിസ്തുവിൻ്റെ പിൻതലമുറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രയറി ഓഫ് സൈൻ രൂപീകൃതമായത്. പ്രയറി ഓഫ് സൈൻ എല്ലാ കാലഘട്ടത്തിലും അതീവമായി രഹസ്യമായി നിലനിൽക്കുന്ന സംഘടനയായിരുന്നു. അതിൻ്റെ തലപ്പത്ത്, അതിൻ്റെ ഗ്രാൻഡ് മാസ്റ്ററായി എല്ലാ കാലഘട്ടത്തിലും ഒരാളുണ്ടാകും. ഈ വളരെ ചുരുക്കം പേരുള്ളൊരു സംഘടനയാണ്. ഇവരിൽ നിന്നാണ് ഈ രഹസ്യങ്ങൾ, ക്രിസ്തുവിൻ്റെ തലമുറയെ സംബന്ധിക്കുന്ന ബ്ലഡ് ലൈനിനെ അതോടൊപ്പം തന്നെ ഈ മഗ്ദലന മറിയം മരിച്ചതിന് ശേഷം അവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഇവർ സൂക്ഷിക്കുന്നു. ആ സൂക്ഷിക്കുന്ന ഭൗതികാവശിഷ്ടങ്ങളായി പിന്നീട് നശിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം സഭയ്ക്കുണ്ടായിരുന്നു. കാരണം അത് വെളി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ഈ കൂടുതൽ വിവരങ്ങളിലേക്ക് നീണ്ടുപോകുക അന്വേഷണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ പ്രയറി ഓഫ് സൈൻ രൂപീകൃതമായത് തന്നെ ഇവരുടെ മേരി മഗ്ദലന്റെ ദ ഹോളി ഗ്രെയിനിൽ ഭൗതിക അവശിഷ്ടങ്ങൾ സംരക്ഷിക്കുക, അതോടൊപ്പം ക്രിസ്തുവിന്റെ ബ്ലഡ് ലൈനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുക, ഇതായി ഇവരുടെ ഉത്തരവാദിത്തം. അപ്പം നൈറ്റ് ടെംപ്ലേഴ്സ്, അതായത് ക്ഷേത്രയോദ്ധാക്കൾ എന്നൊരു വിഭാഗം ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അത് ആദ്യ കാലങ്ങളിൽ ക്രിസ്ത്യൻസിനെ മറ്റു ജൂത വിഭാഗത്തിൽ നിന്നൊക്കെയുള്ള എതിർപ്പുകൾ നേരിടുന്നത് തടയുന്നതിന് വേണ്ടി രൂപീകൃതമാക്കിയ ഒരു യോദ്ധാക്കളുടെ ഒരു വിഭാഗമായിരുന്നു. അപ്പോൾ ഇവരും പതുക്കെ ഈ ഹോളി ഗ്രെയിൻ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പ്രയറി ഓഫ് സൈനോടൊപ്പം ചേരുകയായിരുന്നു ഉണ്ടായത്. പിന്നീട് ഇവരെ 1319 പൂർണ്ണമായി നശിപ്പിച്ചു എന്നാണ്, ക്ഷേത്രയോദ്ധാക്കൾ നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. പിന്നീട് ഇതിങ്ങനെ മുന്നോട്ട് പോവുകയും ഈ ക്രിസ്തുവിനെയും മേരി മഗ്ദലിനെയും കുറിച്ച് വിശദമാക്കുന്ന ഒരുപാട് രേഖകൾ, അതായത് ഇപ്പം ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനായിരുന്നതും എന്നാൽ വളരെയധികം ആൾക്കാരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള വലിയൊരു ഫിലോസഫർ മറ്റുമായിരുന്നു. അതുകൊണ്ട് അത്തരം വിവരങ്ങൾ വിശദമാക്കുന്ന രേഖകളെല്ലാം തന്നെ ഈ സഭ രഹസ്യമായി സൂക്ഷിക്കുകയും അദ്ദേഹത്തിന് ദൈവീക പരിവേഷം നൽകുന്ന രേഖകൾ മാത്രമേ ബൈബിൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നൊക്കെയാണ് ഡാൻ ബ്രൗൺ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്തരം രേഖകളും ക്രിസ്തുവിനും മേരി മഗ്ദലനും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്ന രേഖകൾ ഉൾപ്പെടെ ഒരുപാട് രേഖകളും, അതോടൊപ്പം മേരി മഗ്ദലനെയും കല്ലറയും പ്രയറി ഓഫ് സൈൻ സംരക്ഷിക്കുകയും കാലാകാലങ്ങളായി ഓരോ ഗ്രാൻഡ് മാസ്റ്റർമാർ ഈ രഹസ്യങ്ങൾ അടുത്ത ഒരു വ്യക്തിയെ കണ്ടെത്തി അവർ ഇല്ലാതാകുന്നതിന് മുൻപ് ഈ രഹസ്യങ്ങൾ അതീവ രഹസ്യമായി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ആ
രഹസ്യ സംഘടനയിൽ പ്രയർ ഓഫ് സയനിൽ ഉണ്ടായിരുന്ന വ്യക്തികളെയും അദ്ദേഹം സൂചിപ്പിക്കുന്നു. സർ ഐസക് ന്യൂട്ടൺ, മൈക്കൽ ആഞ്ചലോ, ഡാവിഞ്ചി, ലിയോനാർഡോ ഡാവിഞ്ചി ഉൾപ്പെടെ ഇതുപോലുള്ള പ്രഗത്ഭരായ വ്യക്തികളാണ് ആ സംഘടനയിൽ ഉണ്ടായിരുന്നതാണ് ഡാൻ ബ്രൗൺ പറയപ്പെടുന്നത്. പിന്നീട് ഈ സംഘടന ക്രിസ്തുവിന്റെ ഈ തലമുറയെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുകയും ആ ക്രിസ്തുവിന്റെ തലമുറ ഇപ്പോഴും നിലവിൽ ഉണ്ട് എന്നും അതോടൊപ്പം പ്രയർ ഓഫ് സൈൻ 1956 പൂർണ്ണമായി ഇല്ലാതാക്കപ്പെട്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും ഡാൻ ബ്രൗൺ പറയുന്നു ആ സംഘടന ഇപ്പോഴും നിലവിലുണ്ട്, ക്രിസ്തുവിന്റെ ബ്ലഡ് ലൈൻ ഇപ്പോഴും ഈ സമൂഹത്തിൽ തന്നെ ഈ ലോകത്ത് നിലനിൽക്കുന്നുവെന്നും പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ പ്രയർ ഓഫ് സൈന്റെ എക്കാലത്തെയും വലിയൊരു ലക്ഷ്യം ആയിട്ട് പറയപ്പെടുന്നത് ഈ രഹസ്യങ്ങൾ, ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഈ രഹസ്യങ്ങൾ, സഭ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഈ രഹസ്യങ്ങൾ വെളിവാക്കുക എന്നുള്ളതായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നീട് അത് ചിത്രം പറഞ്ഞപ്പോൾ അത് പിന്നീട് പ്രയർ ഓഫ് സൈൻ അത് ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. ഇപ്പം ഡാവിഞ്ചി കോഡിന്റെ ഈ പുസ്തകത്തെ ബേസ് ചെയ്ത് സിനിമയും ഇറങ്ങിയിരുന്നു. പക്ഷെ സിനിമ പുസ്തകത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും അധികം ലളിതമാക്കി പറഞ്ഞു പോകുന്നുണ്ട്. കാരണം പുസ്തകം വലിയൊരു പുസ്തകമാണ്, അതിന് പൂർണ്ണമായി പറഞ്ഞു പോകാൻ പറ്റത്തില്ല. പക്ഷെ ഇതിൽ ഡാൻ ബ്രൗൺ പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാന കാര്യം ഈ പ്രയർ ഓഫ് സൈന്റെ ഈ ഉദ്ദേശം, അതായത് ആ ഹോളി ഗ്രെയിൽ, ക്രിസ്തുവിന്റെ ആ ഒരു ഭാര്യയായ മേരി മഗ്ദലനെ കല്ലറയും ആ രഹസ്യരേഖകളും എവിടെയാണെന്ന് കൂടി ഡാൻ ബ്രൗൺ പറഞ്ഞു വെക്കുന്നുണ്ട് തന്റെ പുസ്തകത്തിൽ. ഇതെല്ലാം റിയലായിട്ടുള്ള വ്യക്തികളെയും സ്ഥലങ്ങളെയും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ പറയുന്നത്. അപ്പൊ ഇത് ഇപ്പോൾ നിലനിൽക്കുന്നത് എവിടെയാണെന്നാണ് തന്റെ പുസ്തകത്തിൽ അദ്ദേഹം 2003 പറഞ്ഞു വെക്കുന്നത്. അതായത് ഫ്രാൻസിലെ പാരീസിലെ ലൂവ്ർ മ്യൂസിയത്തിലെ ഒരു പിരമിഡുണ്ട്, ഒരു ഗ്ലാസ് പിരമിഡാണ്, അതൊരു ഇൻവേർട്ടഡ് പിരമിഡാണ്. അപ്പം അത് വന്ന് ചേർന്ന് നിൽക്കുന്നതിന്റെ അടിയിൽ ഒരു കല്ലുകൊണ്ടുള്ള ചെറിയ പിരമിഡുണ്ട്. ഈ പിരമിഡിന്റെ അടിയിൽ ഇപ്പോഴും മേരി മഗ്ദലന്റെ ശവക്കല്ലറയും അവരുടെ ഭൗതിക അവശിഷ്ടമുള്ള കല്ലറയും അതോടൊപ്പം ഈ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന രേഖകളും സഭയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രേഖകളും ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഡാൻ ബ്രൗൺ പറഞ്ഞു വെക്കുന്നത്. ഈ സംഗതി സത്യമാണോ എന്ന് അറിയത്തില്ല. ലൂവ്ർ മ്യൂസിയത്തിൽ പോയാൽ നമ്മൾക്ക് ആ സ്ഥലവും ആ ഇൻവേർട്ടഡ് പിരമിഡും ആ സ്ഥലവും എല്ലാം നിങ്ങൾക്ക് കാണാം. വളരെ ക്രൗഡായിട്ട് ആൾക്കാർ എപ്പോഴും വന്നു പോയി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് ചർച്ചകളും ഒരുപാട് സിനിമകളും അന്വേഷണാത്മക ഡോക്യുമെന്ററികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രയർ ഓഫ് സൈനെ കുറിച്ചും ഈ ഡാൻ ബ്രൗൺ പറഞ്ഞ ഈ മേരി മഗ്ദലനെ കുറിച്ചും ഒക്കെ ഒരുപാടുണ്ട്. അതുകൂടാതെ ഓക്സ്ഫോർഡ്, ഹവാർഡ് യൂണിവേഴ്സിറ്റിയിലെ തിയോളജിക്കൽ സ്റ്റഡീസിലും പിന്നെ ബൈബിളിനെ കുറിച്ച് പറയുന്ന ഒരുപാട് വിഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് വലിയ പ്രബന്ധങ്ങളൊക്കെ, അവിടുത്തെ ഡോക്ടറേറ്റ് സ്റ്റുഡൻസിന്റെ ഒരുപാട് പ്രബന്ധങ്ങളൊക്കെ നെറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരം ചർച്ചകളെ ബേസ് ചെയ്തും മേരി മഗ്ദലനെ ആരാധിക്കുന്ന വിഭാഗങ്ങളും ഇപ്പോഴും നിലവിലുണ്ട്. അവർക്ക് വേണ്ടി പള്ളികൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചർച്ച രണ്ട് വിഭാഗം തമ്മിലുള്ള തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്തരം ഒരു വസ്തുത നിങ്ങളിലേക്ക് എത്തിച്ചെന്നേ ഉള്ളൂ. നമ്മളൊരു വിഭാഗത്തെ, ഒരു മതവിഭാഗത്തെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാനുണ്ട്. എല്ലാ മതങ്ങളുടെയും പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ കിട്ടും. വിവരങ്ങൾ പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടൻ എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. അതോടൊപ്പം പ്രധാനമായിട്ടും നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും ഇതിൽ താഴെ രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.